മാത്രമല്ല ദിലീപ്, ഇത് സ്വാഭാവികമായും മുന്നണി മര്യാദകളുടെ ലംഘനം എന്ന നിലയിൽ കൂടിയായിരിക്കും ഇത് വ്യാഖ്യാനിക്കപ്പെടുക. കാരണം കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ എങ്ങനെയാണ് ഈ സുപ്രധാനമായ പദ്ധതിയിൽ ഇത്തരമൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ കഴിയുക എന്ന ചോദ്യം വരും. CPI വളരെ ശക്തമായി ഈ കാര്യങ്ങളിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മന്ത്രിസഭാ യോഗത്തിൽ അജണ്ട അല്ലാതിരുന്നിട്ട് പോലും ഈ വിഷയത്തിലുള്ള എതിർപ്പ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു രാഷ്ട്രീയ വിവാദമാവുകയും CPI അവരുടെ ശക്തമായ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്ത ശേഷവും ഈ നടപടിയിൽ മാറ്റമില്ലാതെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും മന്ത്രിസഭയ്ക്കകത്ത് കൂട്ടുത്തരവാദിത്തം സംബന്ധിച്ച ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മുന്നണി മര്യാദയുടെ ലംഘനം എന്ന വിഷയവും ഇടതുമുന്നണി യോഗത്തിനകത്തും ഉയർന്നു വരാൻ ഇടയാക്കും. ശരിയല്ലേ ദിലീപ്? ഗോപികൃഷ്ണൻ, CPIഎമ്മിന്റെ ഏകപക്ഷീയമായ തീരുമാനം അടിച്ചേൽപ്പിച്ചു എന്ന വിമർശനം സ്വാഭാവികമായും CPI നേതൃത്വത്തെ പൊള്ളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം CPIയുടെ സംസ്ഥാന കൗൺസിലിൽ തന്നെ ഇക്കാര്യത്തിൽ CPIഎമ്മിന്റെ നിർദ്ദേശത്തിനോ തീരുമാനത്തിനോ വഴങ്ങരുത്, നേരത്തെ ബ്രൂവറിയിൽ പറ്റിയതുപോലുള്ളൊരു അക്കിടി ഇനി പറ്റരുത് എന്നതായിരുന്നു ഈ സംസ്ഥാന കൗൺസിലിൽ തന്നെ അതിലെ അംഗങ്ങൾ പൊതുവെ ആവശ്യപ്പെട്ടിരുന്നത്. ആ വികാരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ നിലയിലുള്ള വഴങ്ങൽ ഇനി ഉണ്ടാകില്ല എന്ന കാര്യമാണ് ബിനോയ് വിശ്വം ഇന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല CPIയുടെ എതിർപ്പിന് യാതൊരു വിലയും CPIഎം നേതൃത്വം നൽകുന്നില്ല എന്നതാണ്. അതായത് ഒരു LDF യോഗത്തിൽ പോലും ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന പരാതി CPIക്കുണ്ട്. ആ നിലവിളി CPI തുടരട്ടെ, തീരുമാനവുമായി CPIഎം എടുക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് ഇതിലൂടെ CPI നേതൃത്വത്തിനും മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ സ്വാഭാവികമായും CPIക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിലൂടെ 2020 ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഒരു സ്ഥിതി വരുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഈ പദ്ധതിയുടെ രേഖകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഈ കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നൊരു നിലപാടായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും CPI ഇങ്ങനൊരു എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടൊരു സമീപനം സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാമായിരുന്നതാണ്. അതൊന്നുമല്ല, എത്ര വലിയ എതിർപ്പുണ്ടെങ്കിലും ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ ഉണ്ടായതാണോ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്ന നടപടി? അങ്ങനെയാണെങ്കിൽ CPIക്ക് മുന്നിൽ അല്ലെങ്കിൽ CPIയുടെ എതിർപ്പിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം നൽകേണ്ട ബാധ്യതയില്ല എന്നതിലേക്കൊക്കെ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ വലിയ പൊട്ടിത്തെറിയിലേക്കല്ലേ ഈ സംഭവങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ, ഇതിലിപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറയുന്നത്, CPIഎം നേതൃത്വമൊക്കെ പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് SSK അടക്കമുള്ള പദ്ധതികൾക്കുള്ള വലിയ കുടിശ്ശിക കേന്ദ്രം നൽകാനുണ്ട്, അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആ പണം ലഭ്യമായാൽ മാത്രമേ അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വികസനത്തിന് മുതൽക്കൂട്ടാകൂ എന്ന നിലപാടാണ്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ പണം നൽകില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് CPIഎം നേതൃത്വം പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദവും അതാണ്. പക്ഷേ അതിനെ എതിർക്കുന്ന CPI അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ തമിഴ്നാടിൻ്റെതടക്കമുള്ള മാതൃകകൾ നമുക്ക് മുന്നിലുണ്ടല്ലോ. തമിഴ്നാട് നിയമ പോരാട്ടം നടത്തിയതിൻ്റെ മാതൃകയുണ്ടല്ലോ. ആ നിലയിലുള്ള നിയമ പോരാട്ടം അടക്കമുള്ള മറ്റു മാർഗങ്ങൾ തേടണമെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. സംസ്ഥാന കൗൺസിലിൽ ആ നിലയിലുള്ള ചർച്ചകളാണ് നടന്നത്. പക്ഷേ അവരുടെ ഈ ചർച്ചകൾക്കോ അവർ നടത്തിയ ഒരു ദിവസം നീണ്ടുനിന്ന ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ ചർച്ചകൾക്കോ ഒരു വിലയും CPIഎം നേതൃത്വം നൽകിയില്ല. അത് CPIഎം നേതൃത്വം തീരുമാനിച്ച പ്രകാരം തന്നെ അത് LDF യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.